പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തേക്ക് എത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ അവസരത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അതാണിപ്പോൾ ചർച്ചയാകുന്നത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിയമമണ്ഡലത്തിൽ റോഡ് ഷോ നടത്താനെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിമാനത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം പറയുന്നു, വരൂ, നിയമത്തെ വികസനങ്ങൾ നേരിട്ട് വന്നു കാണൂ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമത്തെ LDF സ്ഥാനാർത്ഥിയാണ് ശിവൻകുട്ടി. അദ്ദേഹം മണ്ഡലത്തിലെ വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രിക്ക് സ്വാഗതം ആശംസിക്കുന്നത്. നിയമത്തെ വികസനം പ്രധാനമന്ത്രിക്ക് നേരിൽ കാണാനാകുമെന്നും ശിവൻകുട്ടി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. നിയമമണ്ഡലത്തിൽ നടത്തിയ വൈവിധ്യമാർന്ന വികസന പദ്ധതികളെക്കുറിച്ച് BJP നേതാക്കൾ പ്രധാനമന്ത്രിയെ അറിയിക്കാൻ സാധ്യതയില്ല എന്നും അദ്ദേഹം പറയുന്നു. പ്രദേശത്തെ അടിസ്ഥാന വിദ്യാഭ്യാസ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ഇടതുപക്ഷ സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങളെ അക്കമിട്ട് നിരത്തുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം. കഴിഞ്ഞ ദിവസം ഇത് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും ഒരു കുറിപ്പിലൂടെ വിശദീകരിച്ചിരുന്നു. എന്നാലും നമുക്കിപ്പോൾ ആ പോസ്റ്റ് ഒന്ന് വായിക്കാം. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി നിയമമണ്ഡലത്തിൽ റോഡ് ഷോ നടത്താൻ ഇരിക്കുകയാണല്ലോ. അദ്ദേഹത്തെ വികസിത നിയമത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രധാനമന്ത്രി കിള്ളിപ്പാലം ജംഗ്ഷനിൽ പാപ്പനംകോട് ഭാഗത്തേക്ക് റോഡ് ഷോ നടത്തുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. നിയമത്തെ വികസനം പ്രധാനമന്ത്രിക്ക് നേരിൽ കാണാനാകും. റോഡ് ഷോ തുടങ്ങുന്ന കിള്ളിപ്പാലത്ത് നിന്ന് വലത്തോട്ട് നോക്കിയാൽ പുതുതായി സ്ഥാപിച്ച ചാല ITI കാണാം. 18 കോടി രൂപയുടെ പദ്ധതിയാണ് ഇത്. ഇതിന് അടുത്ത് തന്നെ കേന്ദ്ര സർക്കാർ സഹായം നിഷേധിച്ച SSKയുടെ സ്റ്റേറ്റ് ഓഫീസ് കേരളം പണിതുയർത്തിയത് കാണാം. ഇടത്തോട്ട് തിരിഞ്ഞു നോക്കിയാൽ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ കാര്യാലയവും സ്കൂൾ കേരളയുടെ ഓഫീസ് അടങ്ങുന്ന ബഹുനില മന്ദിരവും കാണാം. വീണ്ടും വലത്തോട്ട് നോക്കണം, ചാല സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം കാണാം. 4,80,00,000 രൂപയുടെ പദ്ധതിയാണിത്. കുറച്ചു മുന്നോട്ട് പോകുമ്പോൾ കരമന ജംഗ്ഷൻ മുതൽ പ്രാവച്ചമ്പലം വരെ നീളുന്ന റോഡിന്റെ മീഡിയൻ സൗന്ദര്യവൽക്കരണവും പുതുതായി സ്ഥാപിച്ച തെരുവ് വിളക്കുകളും കാണാം. 5 കോടി രൂപയുടേതാണ് ഈ പദ്ധതി. കരമന ജംഗ്ഷൻ കഴിഞ്ഞ് അല്പം മുന്നോട്ട് പോകുമ്പോൾ വലതുവശത്ത് SSLPSൽ 1,60,00,000 രൂപ ചിലവിൽ നിർമ്മിച്ച ബഹുനില മന്ദിരം കാണാം. അതിനടുത്ത് തന്നെയുള്ള HSLPSൽ ആധുനിക രീതിയിൽ നിർമ്മിച്ച വർണ്ണക്കൂടാരം കാണാം. അല്പം മുന്നോട്ട് പോയി ഇടത്തോട്ട് നോക്കിയാൽ BM&BC നിലവാരത്തിൽ ടാർ ചെയ്ത് നവീകരിച്ച കൽപ്പാളയത്തിൽ നിന്ന് ആരംഭിക്കുന്ന നവീകരിച്ച റോഡ് കാണാം. 8 കോടി രൂപയുടേതാണ് പദ്ധതി. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ വലതുവശത്ത് 6 കോടി രൂപ ചിലവ് നിർമ്മിച്ച സ്ഥാണു പത്മനാഭന്റെ നാമത്തിലുള്ള കരിയർ ഡെവലപ്മെന്റ് സെന്റർ കാണാം. 6 കോടിയുടേതാണ് പദ്ധതി. അതിന് തൊട്ടടുത്ത് തന്നെ 5 കോടി രൂപ ചിലവിൽ നിർമ്മിച്ചു വരുന്ന കരമന ബോയ്സ് ഹൈസ്കൂളിലെ ബഹുനില മന്ദിരം കാണാം. ഇതേ കോമ്പൗണ്ടിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന കരമന ഗേൾസ് ഹൈസ്കൂളിൽ 1,30,00,000 രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാണാം. ഈ സ്കൂളിന്റെ ഗ്രൗണ്ടിൽ 58 ലക്ഷം രൂപ ചിലവാക്കി നടത്തുന്ന നവീകരണ പ്രവർത്തനവും കാണാം. അല്പം കൂടി മുന്നോട്ട് പോയാൽ വലതുവശത്ത് 16 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച ആഴാങ്കൽ നടപ്പാത കാണാം. ഇനി മുന്നോട്ട് പോയാൽ വനിതാ പോളിടെക്നിക്കൽ നിർമ്മാണത്തിലിരിക്കുന്ന 12 കോടി രൂപയുടെ ബഹുനില മന്ദിരങ്ങൾ കാണാം. കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ പാപ്പനംകോട് ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം കാണാം. 70 ലക്ഷം രൂപയുടെ പദ്ധതിയാണിത്. അതിന് എതിരെയുള്ള വിശ്വംഭരൻ റോഡിന് 13 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ നടപടികൾ കാണാം. അല്പം കൂടി മുന്നോട്ട് പോകുമ്പോൾ 2 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച HSLPS ബഹുനില മന്ദിരം കാണാം. ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ഇടതുവശത്തെ ഹൈസ്കൂളിൽ 3,40,00,000 രൂപ ചിലവിൽ നിർമ്മിച്ച ബഹുനില മന്ദിരം കാണാം. ഒപ്പം ഒരു കാര്യം കൂടി അഭ്യർത്ഥിക്കുന്നു. താങ്കൾ നടത്തുന്ന പ്രതികരണങ്ങളിൽ SSKക്ക് നൽകേണ്ടിയിരുന്ന 1,500 കോടി രൂപ കുടിശ്ശിക നൽകാത്തതിന്റെ കാരണം വ്യക്തമാക്കണം. പാവപ്പെട്ട പാർശ്വവൽകൃത ജനവിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികൾക്കുള്ള സഹായമാണ് ഈ പണം. SSKയിൽ ജോലിയെടുക്കുന്ന 7,000-ഓളം അനധ്യാപകർക്കുള്ള ശമ്പളവും ഇപ്പോൾ നൽകുന്നത് കേരളമാണ്. താങ്കൾ മറുപടി നൽകുമല്ലോ. നിയമം സന്ദർശിക്കുന്നതിൽ പ്രധാനമന്ത്രിക്ക് നന്ദി. വികസിത നിയമത്തേക്ക് പ്രധാനമന്ത്രിക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇങ്ങനെയാണ് ഒരു കുറിപ്പ് കുറിച്ചിരിക്കുന്നത്. എന്തായാലും നരേന്ദ്രമോദി പാപ്പനംകോട് വരെ എത്തുമോ, കരമനയിൽ നിന്ന് തിരിഞ്ഞു പോകുമോ എന്നതാണ് ഇനി നമുക്കറിയേണ്ടത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.